ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അറേസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഐസ്ക്രീം മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഷേക്ക് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്കിനി ഈ ഐസ്ക്രീം ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അറേസ് ഫാമിലി. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഐസ്ക്രീം മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കട്ട പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ ഒരു 8 മണിക്കൂർ വെച്ച് ഇതുപോലെ കട്ടിയാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോഴേ നമ്മുടെ ആ ഷേക്ക് നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാലിനെ ഇതുപോലെ ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിവിടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ അത് കാരണം ചെറുതായിട്ടാണ് ഞാൻ ഇപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞത്. അതിനുശേഷം ഇതിലേക്ക് ഒരു 7 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വാനില ഐസ്ക്രീം തന്നെ നിങ്ങൾ വാങ്ങാൻ നോക്കുക. അപ്പോഴേ ഇതിന് നമ്മൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പൗഡർ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ ഷുഗറും ചേർക്കാം. അപ്പോൾ പൗഡർ ഷുഗർ ആകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൗഡർ ഷുഗർ ചേർത്തത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബദാമും കാഷ്യൂ ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പിസ്ത ഉണ്ടെങ്കിൽ അതും ചേർക്കാം. എന്നിട്ട് ഇനി ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡ് ചെയ്ത ശേഷം നമുക്ക് ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ അമുൽ ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ഗ്ലാസ്സിനെ കേക്കിൻ്റെ പൗഡറിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാണാൻ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക് ഓരോരോ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മിൽക്ക് ഷേക്കാണിത്. ഇതിൽ ഞാൻ ഫ്രൂട്ട്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വെറും ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വാനില ഐസ്ക്രീം 2 സ്കൂപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ കുറച്ച് കുങ്കുമപ്പൂവും ഞാൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മിൽക്ക് ഷേക്ക് റെസിപ്പിയാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ യൂസ്ഫുൾ ആകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ അറേസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.